ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതും കേട്ട് സംഘികൾ ഓടി വരും. പ്രൊപ്പഗണ്ടയാണ്, ചൈനയുടെ പ്രൊപ്പഗണ്ടയാണ്, അല്ലെങ്കിൽ യുഎസ്യുടെ പ്രൊപ്പഗണ്ടയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊപ്പഗണ്ട എന്നും പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു സംഖ്യയും കയറി വരണ്ട. ഒരു വർഷം ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് അടിച്ചു. ഈ പറയുന്ന വികസിതമായിട്ടുള്ള ഗുജറാത്ത് ആ മോഡലാണോ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നത്? അതായത് ഇവർക്ക് എന്തും കാണിക്കാം, കാണിച്ചത് നമ്മൾ പുറത്തു പറയരുത്. എക്സ്പോസ് ചെയ്യുന്ന അവർക്കെതിരെയാണ് ഇപ്പോ കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഗുജറാത്ത് മോഡൽ കൊണ്ടുവരണം കേരളത്തിൽ എന്നാണ്, വികസനം കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് പൊളിക്കാം. അതിനു മുൻപായി ഇതൊന്ന് കേൾക്കാം. ഗംഭീര പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ദിവസത്തെ പ്രയത്നം എന്നറിയാമോ? ഞങ്ങളെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നമ്മുടെ നാടിൻ്റെ വികസനം സംബന്ധിച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം ഈ നാടിനെ വികസിപ്പിച്ചെടുത്തിരിക്കും. വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി. ഒത്തിരി ഇഷ്ടം, ഒത്തിരി ആരാധിക്കുന്നു, ഒത്തിരി ബഹുമാനിക്കുന്നു. ഭയങ്കര, ഞാൻ പൂജാമുറിയിൽ കയറിയാൽ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മറ്റാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ആരാധ്യനാണെന്ന് കുത്തി പറയുമ്പോൾ എന്തോ ഒരു കുത്തി പറയുന്നത് പോലെയില്ലേ. പിന്നെ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞത് ഈ അമ്മച്ചിക്ക് ആരോ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതുപോലെ ഉണ്ട്. ഇടക്കിടക്ക് ആരാധ്യനായ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അവസാനം പറഞ്ഞത് കേട്ടില്ലേ, പൂജാമുറിയിൽ പോയാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല കാര്യമാണ്, പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ അവിടെ പറഞ്ഞപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ആദ്യം പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷമേ ഞാൻ വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കൂ. അതായത് സ്വന്തമായി പ്രാർത്ഥിക്കുന്നത് വരെ അതിനുശേഷമാണെന്ന്. അത് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ആരായിരുന്നാലും ശരി, ആദ്യം അവരവർക്ക് പ്രാർത്ഥിക്കൂ, അതിനുശേഷമേ വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രധാനമന്ത്രിക്കായിരുന്നാലും ശരി പ്രാർത്ഥിക്കുകയുള്ളൂ. ഇനി നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഗുജറാത്ത് മോഡൽ കേരളത്തിൽ കൊണ്ടുവരണം, ഗുജറാത്ത് മോഡൽ വികസനം കേരളത്തിൽ കൊണ്ടുവരണം എന്നൊരു കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഗുജറാത്തിൽ നടന്നിട്ടുള്ള വികസനം നമുക്കത് നോക്കാം. ഒന്നാമതായി, ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഇനോഗ്രേഷന്റെ തൊട്ട് മുൻപ്, അതായത് 21 കോടി രൂപ ചെലവിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ഗുജറാത്തിൽ സൂരറ്റിലാണ് ഈ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇനോഗ്രേഷന്റെ തൊട്ട് മുൻപ് ഈ വാട്ടർ ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം 14 വില്ലേജിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ്, 21 കോടി രൂപ വെച്ചിട്ട്. എന്നാൽ ആ വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിത്തരിപ്പണമായി. ആ ഒരു ടാങ്ക്, അതായത് ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ട് 21 കോടി രൂപ ചെലവിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടു നോക്കാം. കണ്ടില്ലേ? ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ സിമെന്റ് ഒന്നും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, വെറും മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് 21 കോടി രൂപ ചെലവാക്കിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി നമുക്ക് കുറച്ച് ഇൻഡെക്സുകൾ നോക്കാം, കേരളത്തിനെയും ഗുജറാത്തിനെയും കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് ഓവറോൾ SDG ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. അതിൽ ഗുജറാത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് 19 ആണ്. എന്നാൽ കേരളത്തിൻ്റെത് ഒന്നാമത്തെ റാങ്കാണ് ഈ കേരളത്തിനുള്ളത്. അത് ജോയിന്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫസ്റ്റ് റാങ്ക് ആണ്. ജോയിന്റ് എന്ന് പറയുന്നത് കേരളവും ഉത്തരാഖണ്ഡും തമ്മിലുള്ള ഒരു ജോയിന്റ് ആണ്. ഇനി എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ് ഔട്ട്കംസ്, അതിൽ ഗുജറാത്തിന്റെ റാങ്ക് 20ാമത്തെ റാങ്കിലാണ്. എന്നാൽ കേരളം ടോപ്പ് 3യിലുണ്ട്. ഓക്കെ, 3ാമത്തെ സ്ഥാനമാണ്. ഇനി സ്കിൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഇതിൽ ഗുജറാത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് 19 ആണ്. എന്നാൽ
കേരളം ടോപ്പ് 5-ലുണ്ട്. ഇനി സോഷ്യൽ സെക്ടർ, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ, അതിൽ ഗുജറാത്തിന്റെ റാങ്ക് 18ആണ്, 18ാമത്തെ റാങ്കിലാണ്. അവിടെ കേരളം ടോപ്പ് 3-ലുണ്ട്. ഓക്കെ. പിന്നെ ഈസ് ഓഫ് ലിവിങ് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഗുജറാത്ത് 24ാമത്തെ റാങ്കിലാണ്, എന്നാൽ കേരളം ടോപ്പ് 5-ലുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ഗുജറാത്ത് 26ാമത്തെ റാങ്കിലാണ്, എന്നാൽ കേരളം മിഡിൽ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ടുകളാണ്. ഇനി എൻവയോൺമെന്റൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ 29ാമത്തെ റാങ്കിലാണ് ഗുജറാത്ത് ഉള്ളത്, അതേസമയം കേരളം ടോപ്പ് 5-ലുണ്ട്. ഇനി ക്ലൈമറ്റ് ആക്ഷൻ ഫോർ സസ്റ്റൈനബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ റാങ്ക് 29ആണ്, കേരളം ടോപ്പ് പെർഫോമർ ആണ്. ഓക്കെ. ഇനി സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് ഫസ്റ്റ് ആണ്, ഗുജറാത്ത് എന്ന സ്റ്റേറ്റ് ഫസ്റ്റിലാണുള്ളത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലാണോ മോദിജി അതായത് കേരളത്തെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചേ എന്നറിയില്ല. എന്നാൽ അതിലൊരു പ്രശ്നമുള്ളത്, കേരളം ഇതിൽ 2ാമത്തെ റാങ്കിൽ, 2ാമത് കേരളമുണ്ട്, 1ാമത് ഗുജറാത്ത് ആണെങ്കിലും അതിന് 2ാമത്തെ സ്ഥാനമായിട്ട് കേരളം അവിടെ തന്നെ ഉണ്ട്. ഇനി ഇതും കേട്ട് സംഘികൾ ഓടി വരും, പ്രൊപ്പഗണ്ടയാണ്, ചൈനയുടെ പ്രൊപ്പഗണ്ടയാണ്, അല്ലെങ്കിൽ US പ്രൊപ്പഗണ്ടയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊപ്പഗണ്ട എന്നും പറഞ്ഞിട്ട്. അതും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു സംഖ്യയും കയറി വരണ്ട. കാരണം ഈ ഡാറ്റാസ്, ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി ആയിട്ടുള്ള നീതി ആയോഗിന്റെ ഇൻഡെക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു പ്രൊപ്പഗണ്ടയുമല്ല ഈ പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്, ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യയിലെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് 65.7 ലക്ഷം, 65 ലക്ഷം കുട്ടികൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഡ്രോപ്പ് ഔട്ട്, സ്കൂൾ നിർത്തിപ്പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ, അതായത് സ്കോറിംഗ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിൽ 2024 വരെ 54,000 സ്റ്റുഡൻസ് ആണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അതിനുശേഷം 2025 ആകുമ്പോഴേക്കും 2.4 ലാക്ക് സ്റ്റുഡൻസ്, അതായത് ഏകദേശം 2.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ഔട്ട് അടിച്ചിട്ടുണ്ട്. അതായത് 340% വർധനവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു വർഷം ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് അടിച്ചു. ഈ പറയുന്ന വികസിതമായിട്ടുള്ള ഗുജറാത്ത് ആ മോഡലാണോ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നത്? ഇനി BJP ഭരിച്ചപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ 86,000 സ്കൂളുകൾ കൂട്ടിയിട്ടുണ്ട്. ഈ ഡാറ്റാസ് ഒക്കെ ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതല്ല, ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള പാർലമെന്റ് സെഷനിൽ കേന്ദ്ര ഗവൺമെന്റ് വെച്ചിട്ടുള്ള, അതായത് കേന്ദ്രത്തിലെ മിനിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ഡാറ്റാസ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. അത് മാത്രമല്ല, പുതിയ ഒന്നെന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഏകദേശം 60,000 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ 95% ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് ഫേക്ക് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CAGയുടെ റിപ്പോർട്ടാണ്. അതുപോലെ മൊബൈൽ നമ്പർ ഫേക്ക് ആണ്. മൊബൈൽ നമ്പർ ഒക്കെ 123456 എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട് നമ്പർ ആണ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ 0000111111 ഇങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഫേക്ക് ആണ്. Gmail ID ഫേക്ക് ആണ്. ഒരേ ഫോട്ടോ പല ബാച്ചിനായി, അതായത് ഒരേ ആളുടെ ഫോട്ടോ പല ബാച്ചിലും പല സംസ്ഥാനങ്ങളിലുമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് CAGയുടെ റിപ്പോർട്ടുകൾ. അതായത് വലിയൊരു സ്കാം ആണ് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. 60,000 കോടി രൂപയാണ് ആ സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത്. അത് എവിടെ പോയി, ആരടുത്ത് പോയി? ഇതൊക്കെ BJP ഭരിക്കുമ്പോൾ നടന്നിട്ടുള്ള സംഭവമാണ്. അത്തരത്തിലുള്ള വികസനമാണോ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? അത് മാത്രമല്ല, വാരണാസിയിൽ നമ്മുടെ മോദിജിയുടെ സ്വപ്ന പ്രൊജക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കണ്ടു നോക്കാം. മൂന്ന് 3.5 കിലോമീറ്ററുള്ള റോപ്പ് വേ ആണ്.
അതിനുവേണ്ടി ചെലവാക്കിയിട്ടുള്ളത് 815 കോടി രൂപ. എന്നിട്ട് കടന്ന് ആടുന്ന കണ്ടില്ലേ? അതിപ്പോൾ ട്രയൽ റണ്ണാണ്. ട്രയൽ റണ്ണിൽ ഇങ്ങനെയാണെങ്കിൽ ആളുകൾ അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമുക്ക് ബീഹാർ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിലും ഉണ്ടായിരുന്നു ഒരു റോപ്പ് വേ. ഏകദേശം 12 കോടിയോ 13 കോടിയോ മറ്റേ ഉണ്ടാക്കിയിട്ടുള്ള റോപ്പ് വേ. അതും ട്രയലിൽ തന്നെ പൊളിഞ്ഞു വീണു. അതിലെ ഇൻവെസ്റ്റിഗേഷനിലും തീരുമാനമായിട്ടുള്ളത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള പല മെറ്റീരിയലും ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് റോഡ് പണികൾ ബീഹാറിൽ നിന്നും അതുപോലെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ഇങ്ങനെ പൊളിച്ചെടുക്കുന്നു. ചെറിയൊരു ഷീറ്റ് പോലെയാണ് അവിടുത്തെ റോഡ് ടാർ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വികസനമാണോ കേരളത്തിലും കൊണ്ടുവരാൻ പോകുന്നത്? ഗുജറാത്ത് മോഡൽ ഇൻഡോറിൽ നടന്നിട്ടുള്ള സംഭവം നമുക്കറിയാവുന്നതാണ്. അതായത് ഏകദേശം 23 മരണങ്ങൾ, 1400ഓളം രോഗികൾ. കുടിവെള്ള പൈപ്പിന് മുകളിൽ സെപ്റ്റിക് ടാങ്ക് ഇല്ലാതെ ശൗചാലയം പണിതതാണ് കാരണം. ശൗചാലയം പണിതു, പക്ഷേ സെപ്റ്റിക് ടാങ്ക് ഒന്നും കെട്ടിയില്ല. ഇൻഡോർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു സിറ്റി ആയിട്ട് കണക്കാക്കുന്ന ഒരു സിറ്റിയാണ് ഇൻഡോർ. എന്നാൽ അവിടെ നടന്നിട്ടുള്ളത്, അവിടുത്തെ ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ച വെള്ളം എന്ന് പറയുന്നത് കക്കൂസ് മാലിന്യം കൊണ്ടുള്ള വെള്ളമാണ് ആ ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനെ കറക്റ്റായി ഇൻസ്പെക്ട് ചെയ്യേണ്ട ഓഫീസേഴ്സ് ഒക്കെ സുഖമായി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഒരു ചോദ്യവുമില്ല, ആരുമില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ച, ഇൻഡോറിനെ കുറിച്ചല്ല, ഗുജറാത്തിൽ സൂറത്തിലെ വാട്ടർ ടാങ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള 9ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സൂറത്തിൽ. അതായത് ഇവർക്ക് എന്തും കാണിക്കാം. കാണിച്ചത് നമ്മൾ പുറത്തു പറയരുത്. എക്സ്പോസ് ചെയ്യുന്നവർക്കെതിരെയാണ് ഇപ്പോ കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ എല്ലാ ഇൻഡെക്സ് നോക്കിയാലും ടോപ്പിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ 1-2 ഇൻഡെക്സിൽ താഴെ ഉണ്ടാവാം. പക്ഷെങ്കിൽ അവിടെ ഈ നോർത്തിലൊന്നും ഇല്ലാത്ത ഒരു സാധനം കേരളത്തിലുണ്ട്. അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന ഒരു ഇതൊന്നുമില്ല. എല്ലാവരും മലയാളികളാണ്. എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും പരസ്പരം സഹായിച്ചും സഹകരിച്ചിട്ടുമാണ് ജീവിച്ചു പോകുന്നത്. എന്നാൽ ഏതാനും കുറച്ച് വർഷങ്ങളായി, ഒരു 2-3 വർഷമായി അതിൽ വില്ലനേൽപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ്, നമ്മൾ മലയാളികളാണ്, അതിന് സമ്മതിക്കില്ല.